ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോൾ എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എഴുതാം ഉഴുതുവാണമേ, രാജ്യം വേണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടുക്കുന്നതിലുമാകുന്നു, മനുഷ്യരെ ഏൽപ്പിക്കുന്നതിനെ സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചൂടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിരുസ്ഥലവും അജ്ഞാതമായി തീരുന്നു. അവനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിമുരനേക്കുവാമേൻ. മനുഷ്യജീവിതം പുൽക്കൊടുക്കുന്നതിലുമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിരുന്നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ആദത്തെ സൃഷ്ടിച്ചവനും യാതൊരു സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, അതിനെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ദിവസങ്ങളൊക്കെ പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നതിന് തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികതാൽ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, എന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും ആകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർമ്മലാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കുന്നരുളേണം. ദാവര്യനും സ്തുത്യർഹനുമാകുന്നു, ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശയമഖിലം അണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വസ്തനാകുന്നു. വിരമിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമേൽപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിടകവൃത്തി അവരെ സ്വീകരിക്കുന്നു,
അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാർ അണിയണിയായി എതിരെ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണവരയും ചിരമായി വാണിടും അവരെല്ലാം. എൻ്റെ സഹോദരൻ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിലൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവ് യേശുമിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്റെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരുന്നു. നമുക്കെല്ലാവർക്കും കർത്താവത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിന് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപോടുന്ന ശരീരത്തിലെ ആത്മാവിന് നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണീർ ചിന്തിയ മിശിഹായെ, കഴിയുന്നവരുടെ കണ്ണീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതുമായ മിശിഹായെ, നിന്റെ ഈ മകളുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ധ്യാനത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ചരിത്രത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിൻ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഒരു ദിവസം ബെസനിയായിൽ സോദരിമാരാ മർത്താ മറിയം ചുടുകണ്ണീരും
വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേത്സനിയായിൽ സഹോദരിമാരാം മർത്താം മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേത്സനിയായിൽ സഹോദരിമാരാം മർത്താം മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരേരുദേവം കരുണയോടുമേശൻ ശാന്തി പൊളിഞ്ഞു. അന്നൊരു ദിവസം ബേത്സനിയായിൽ സഹോദരിമാരാം മർത്താം മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലോണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിക്കുകയും ചെയ്തു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഇനി ആദ്യത്തെ 2 സ്റ്റാൻസ് പാട്ട് പാടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്രാർത്ഥിക്കുവിൻ. നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയാൻ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് പോയെടുക്കുമ്പോഴത്തേക്കും വീട്ടുകാര് കുടുംബക്കാര് നമ്മൾ ചുമരം അർപ്പിക്കുന്ന പതിവുണ്ട്. ഈ സമയത്ത് നമുക്ക് റെമൈൻസ് അടുത്തുപോയി തൊട്ട് കുമ്പിട്ട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാം അഖിലർക്കും ജീവനും അതുപോൽ മരണവും അരുളിയിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതനുടെ എഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു.
മൃതിയെ മുറപോൽ നാഥനയക്കുന്നു, മധ്യവേളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം, വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിന്റെ മേൽ കൈവച്ചു, ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി, നിന്നെ നമിക്കാൻ നൽകണം ഉത്ഥാനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദ്യം നയിക്കുവാമേ ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ, നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഈ ലോകം വിട്ടുപോയ നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തന്റെ വലതു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ആളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമ്മൾ ദേവാലയത്തോട് യാത്ര വരുന്ന പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. ഇപ്പോൾ this is a prayer that Shari is saying after saying goodbye to the home and the people in the home, now saying goodbye to the church and the altar of the Lord. Usually never a body will be kept on the altar, so I would definitely say this is a privilege for Cheryl to be placed on the altar because of a special situation, and the precious ashes on the table, and we remember this is where we keep the blessed sacrament, this is where the holy mass is being offered. So this becomes a privilege for Cheryl to be on the altar where the Lord Jesus is placed, because she is being invited by the Lord, and we know she is in the lap of the Lord. So from here, after the next prayer and the beginning of the song, then we will be proceeding to the church. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒന്നിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിത വിളയിൽ ഓർത്തോർത്തിരിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. Now we proceed from here to the church.
died and rose on the third day. May the peace and resurrection of Jesus Christ be with you all. No farewell words spoken, no time to say goodbye. You were born before we knew it, only God knows why. Our hearts still ache in sadness, and soft tears still flow. What it means to lose you, no one will ever know. Friends, we are gathered here today to celebrate the life of Cheryl, a daughter, a sister, a wife, a mother, a friend. She was from a very respectable family with strong Catholic roots. Cheryl was born on 13 November 1983 in Dubai to Mr. Philip Thomas and Annamma Philip. She was an affectionate elder sister to Chris Philip. Cheryl came into our lives as my brother Roy's wife on 5th September 2009. We got to know her as a wonderful person, a warm human being. She was God-fearing and had a very positive attitude to life, never gloomy, always thinking ahead. She was very childlike around us. We will always remember her that way. She loved to come to Goa and spend time with us. And when she had to go back, her tears would start to flow. Every time they returned to Sharjah after their Goa vacation, we wished they could stay longer as we didn't have enough time with them. But mind you, she had already made plans for the next trip to go. She was the bond of love which bonded us together. She was a great aunt to her nieces and nephews, namely Rahul, Kajal, Lizanne, Samuel, and her godchild Emilia. My children adore her. Though there is no other place my children would love to go to vacation than to Cheryl's home in Sharjah. The news of her sudden demise on 11th February came as a shock to all of us. Cheryl, we believe that you will now enjoy all the glorious things heavens have to offer. You are loved and you will be truly missed by us all. We commend Cheryl's soul to the loving embrace of God, and we ask you to pray especially for her husband Roy, her 10-year-old son Aaron, and for our family too, for whom she is an irreplaceable loss. May Cheryl's soul rest in peace. My dear brothers and sisters, in continuation to what Raju has spoken by way of introduction to this Mass, which we are offering for the soul of Cheryl, I also would like to say that we are very much in a privileged season, and this season is season of Lent, which is coming to an end very soon. In this season of Lent, we focus on the passion, death, and resurrection of Jesus Christ. This is the Paschal mystery in which we have a share. What has happened to Jesus will happen with each one of us. Like Jesus, we too are born. Like Jesus, we too grow here on earth. And while we grow here on earth, we have a mission. Exactly the way Jesus had his own mission and trusted him by his heavenly Father. We too are given a mission by God our Father. Then Jesus worked for the salvation, for the execution of God's plan, and he not only succeeded the way we understand, but he accomplished it. To that perfection, God's plan he realized, actualized
come at the end of the world and He will reunite all of us. But we will not be recognized as Sharon, as John, as Peter. You all will be as angels, as it is found in the Bible. We will be different people, transformed, glorious people. And as you might have noticed or read in the obituary or otherwise, Roy and their son Aaron used to call her angel. And they were adoring her. And she adored them. This is what is going to happen. Jesus has said, you will become like angels. So this is the transformation. This is the greatest joy. And nobody dies. You know, the church, the liturgy uses the expression, passed away. Means from this life, we enter into a better life. Where there is no pain, there is no sorrow, no tears. Very difficult to understand. And as Roy and Aaron and other members were so much attached to her, for them this death of Sharon was a blow, it was a shock. But this is humanly speaking. But we have faith perspective. We look at that from the faith point of view, which tells us that we are going to meet our loving Father. So there is an encounter. You remember in the Gospel, Jesus said, she is not there. She is sleeping. That's why Jesus said to the girl, Talita kum, girl, get up. So our life here on earth is just temporary one.
be gathered into the company of your chosen ones. Through our Lord Jesus Christ, your Son, who lives and reigns with you in the unity of the Holy Spirit, one God, forever and ever. A reading from the book of Numbers. In those days, from Mount Hor, the Hebrews set out by the way to the Red Sea, to go round the land of Edom. And the people became impatient on the way. And the people spoke against God and Moses. Why have you brought us up out of Egypt to die in the wilderness? For there is no food and no water, and we loathe this worthless food. Then the Lord sent fiery serpents among the people, and they beat the people, so that many people of Israel died. And the people came to Moses and said, We have sinned, for we have spoken against the Lord and against you. Pray to the Lord that he take away the serpents from us. So Moses prayed for the people. And the Lord said to Moses, Make a fiery serpent and set it on a pole. And everyone who is bitten, when he sees it, shall live. So Moses made a bronze serpent and set it on a pole. And if the serpent bit anyone, he would look at the bronze serpent and live. The word of the Lord. Please stand for the gospel. Glory and praise to you, O Christ. Glory and praise to you, O Christ. The seed is the word of God. Christ is the soul. All who come to him will live forever. Glory and praise to you, O Christ. The Lord be with you. A reading from the Holy Gospel according to St. John. At that time, Jesus said to the Pharisees, I am going away, and you will seek me, and you will die in your sin. Where I am going, you cannot come. So Jesus said, Will he kill himself, since he says, Where I am going, you cannot come? He said to them, You are from below, I am from above. You are of this world, I am not of this world. I told you that you would die in your sins, for unless you believe that I am he who will die, that I am he you will die in your sins. So they said to him, Who are you? Jesus said to them, Just what I have been telling you from the beginning.
number 20, Dr. Roy, and members of the family, and dear friends. At the beginning, as Raju began to give us the message, we also begin to wonder at things. Why? Why so soon, or why this time? And every one of us will be asking the same question. Why at this time? Sure. The answer is very simple and is very clear. Last evening we were together with a small prayer with Raju and Roy and the family, and then Raju came and showed me, Father, we have prepared a memento for Cheryl to be given for everyone. So I just looked at it. It goes like this: Cheryl, Roy, Joseph. The Lord gave 13/11/1982. Just below that. The Lord took 11/2/2020. I looked at it again and I said, this is something different. This is something meaningful and something very relevant. Normally something I write, born this day, died this day. So I looked at Raju. Raju told me, Father, that is the prayer gift of Carla for her. She designed it. And then I thought, this gives the answer for all the questions that we had in our mind. The Lord gave, and for almost 37 years, Cheryl was with us. Maybe around 12 years with Raju, with the Roy and the family too. And then the Lord took her. So He gave for a period of time and He took when the right time came. I was mentioned the other day also, at the loss of his beloved wife, a young husband with the only child, Aaron. Naturally, one would understand how much he's pain and the sorrow in his heart. He has so many questions to ask God too. And then the other day I was talking to Roy. But I told him, Roy, one thing I appreciate that he had posted a Facebook post where he said, after mentioning a few things about their life together and all that, and then he ends like this. I think God is short, running short of angels in His garden. He's running short of angels in His garden. So, to my age, Roy, I tell you, you are right. You are right in thinking that way. You are right in interpreting that way. And we all join with you. And we all join certainly with Allah, what you have given us a gift for her. The Lord gave, the Lord took. And if you were to add to the thought of Job in the Holy Bible, He gave, He took. Glory be to His name. Glory be to His name. So that's how we could look at this situation. However, when we go through this, following the trend of the thought of our Lord who was sharing with us, this is the time of the lockdown and COVID-19.
just a few months back. And I think Rajesh is here, his son. And just recently, Roy Rajesh's niece, Rajesh's sister, Jean, then losing her husband, and Rajesh losing her father's brother, uncle, now for the loss of Cheryl. There are a series of events like this which have been haunting the family. There is a question of why all these are our family. But actually, nothing is out of time or out of date. Everything is in the plan of God. It comes, the Lord gave, He took. He gave, He took. And we are all asked to live in this world for a period of time as we read in the Bible, then we start the prayer service at home. We don't be surprised about the time comes when the voice of the Lord will come and we will come to the company of the angels, and those who died ahead will rise up first. Will rise up first, and then we all will be flowing and meeting in the air and join together in that journey towards heavenly Jerusalem. And as Father said, well, we will not be seen like this, but as angels, as spirits, definitely. Roy will meet Cheryl. Aaron will meet Mama, and Mama will be waiting to see the darling. But I believe she is close to us now. She is closer to us all the more. She is approachable to us all the more. We don't time this space. Until now, we were praying for the healing of Cheryl. I remember on the 10th night, Raju told me, Raju was with his dad in Kerala, was in the hospital with mommy for the heart problem. And I could really understand the struggle of Raju at that time. He's struggling to get the treatment of dad, and the news coming from Sharjah that Cheryl is in serious condition. She's going into the ventilator. Raju was calling me and sharing with me. Then we really tried to storm the heaven and ask God, can you take a break? Can you live your life maybe for a few years more to have this young family? And that time even in Kerala we had a council meeting going on, so then I informed that they all know. So we all prayed together there as night, but it's the will of God. So we accept it. And I know how Raju is struggling, how to intimate Mama, or Dad, or to the other members of the family, and how all were anxious and worried, but Roy knew how he would take it, and they were also sick, and how to handle the whole situation. And I would say, I was also viewing the late events that Cheryl was, set on fire. I would say yes, the fire of the Holy Spirit. Jesus said, wait until you be caught with power from above. Wait for that fire of power from above. So I believe that the power of the fire came from heaven and consumed. And I was also watching that moment, Roy and the family looking at it. And I would say, now she's with the Lord. Now she's with the Lord. Until that time we prayed, Lord, have mercy on her. Now she's praying for her. Definitely she's praying, Lord, I'm there with you to strengthen you. And Aaron, I'm there with you. Mama is there at the age. And this is comfort that every one of us today tomorrow, we go through these small or big. Definitely we pray. My brothers and sisters, for the whole family of this, Cheryl's Papa is there.
and the father-in-law of the brother of Sheryl is also here, George and Philip. And definitely, Philip will be looking at this urn here and to be able to understand and believe, my daughter, you are there. And I saw this afternoon when they are praying as they invite of the home, when he was kissing the urn, yes, Sheryl, you are there. Sheryl, you are there, as Raju said, coming from a very esteemed family. And I believe she is the grandniece of our Cardinal George Alexander, the Supreme Head of the Sri Church. And with the Father Walter here with us. And all of them, they come from really reputed families, dedicated to the Lord. So that makes it more comfortable for us to accept and understand it is all the plan of God. I definitely enjoy together with the Vincentian congregation as the Jody and me together, and Father Provincial taught me to say, very especially our deep concern and obligation for this family, but been very dear to us from, I would say from 1992 onwards or so. So we work together in this, spiritual communion and sharing our sorrow with the whole family on the death of Sheryl and other members of the family. God with the Lord. May God bless you. Amen. Dear brothers and sisters, Jesus has said, I am the life and the resurrection. He who believes in me, even if he dies, will live forever. Having faith in the words of Jesus and praying for the soul of Sheryl, let us now place before God our needs and our petitions. Our response to the prayers of the faithful will be sung by the choir. So we will join the choir as we sing. Lord Jesus, you raised your friend Lazarus from the dead. Grant life and glory to Sheryl, redeemed by your precious blood. Let us pray to the Lord. Compassionate Savior, you wiped away all tears and you gave back to the widow of Nain her only son. Comfort Roy and Alan and others because the one they loved has died. Let us pray to the Lord. Lord Jesus, in this season of Lent, our brothers and sisters are ill, suffering from serious illnesses like COVID-19 and even dying of COVID. Heal them and those dead. Grant them the reward of eternal life. Let us pray to the Lord. Lord Jesus, be merciful to us all. When we leave this earthly dwelling, make for us a home in heaven, that we will last forever. Let us pray.
favor, O Lord, on your servant Sharon, for whom we offer you the sacrifice of praise. Humbly entreating that, reconciled with you through these devoted offices, she may merit to rise again to life. Through Christ our Lord. The Lord be with you. And with your spirit. Lift up your hearts. Let us give thanks to the Lord our God. It is right and just. It is truly right and just, our duty and our salvation, always and everywhere to give you thanks. Lord, Holy Father, Almighty and eternal God, for through the saving passion of your Son, the whole world has received a heart to confess the infinite power of your majesty. Since by wondrous power of the cross, your judgment on the world is now revealed, and the authority of Christ crucified. And so, Lord, with all the angels and saints, we too give you thanks, as in exaltation we acclaim.
Remember your servant, whom you have called from this world to yourself. Grant that she who was united with your Son in a death like his, may also be one with him in his resurrection. Remember also our brothers and sisters who have fallen asleep in the hope of the resurrection, Lord, who have died in your mercy. Welcome them into the light of your face. Our mercy on us all, we pray, that the blessed Virgin Mary, Mother of God, the blessed apostles and all the saints of peace throughout the ages, give them merit to be conquerors to eternal life, and may praise and glorify you through your Son, Jesus Christ. Rohit and Mercy, O God Almighty Father, in the unity of the Holy Spirit, all glory and honor is yours forever and ever. In the prayer Jesus taught us, we say, may your kingdom come. We pray now that children may be in God's kingdom, enjoying every happiness. And thus, with courage and confidence, we say the prayer Jesus himself taught us. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done, on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Deliver us, O Lord, we pray, from every evil. Graciously grant peace in our days, that by the help of your mercy, we may be always free from sin and safe from all distress, as we await the blessed hope and the coming of our Savior Jesus Christ. Lord Jesus Christ, who said to your apostles, peace I give you, my peace I give you. Look not on our sins, but on the faith of your church, and graciously grant her peace and unity in accordance with your will, to live and reign forever and ever. The peace of the Lord be with you always. Let us offer each other a sign of peace. This is Jesus. There is the Lord our Savior. Through passion, death, and resurrection, we
march them into glory. And here are you all, who are called to his supper. The Lord be with you. Bow your heads and pray for God's blessing. And the response will be Amen after each intercession. May the God of all consolation bless you. For in His unfathomable goodness, He created the human race. And in the resurrection of His only begotten Son, He has given believers the hope of rising again. To us who are alive, may God grant pardon for our sins, and to all the dead a place of light and peace. So may we all live happily forever with Christ, whom we believe truly rose from the dead. And may Almighty God bless you, the Father, and the Son, and the Holy Spirit. The Mass is ended. Go in peace, love, and serve the Lord.
loving God, as we began this Lenten season, we put ash on ourselves, and as we pray, man, word, Christ, to test thou shalt return. We meditated that our earthly life on earth is short, and we all will go back to dust, to ash, but we all will live with you forever in our heavenly home, the company of angels. And now we know that Sharid is with you as one of the angels. We now pray that this remains of God, this ash, this we have placed before you, be blessed. And let all the stains of sin in any way that remains with her, of her earthly life, be absolved, be purified, and her experience total sanctification and purity of her soul, and join with you in heaven fully. And may we also experience your company one day, and that day we will see each other again in your heavenly kingdom. We ask this prayer through Christ our Lord. Love
are continuing the prayer which we started at home, then to our church. Now we are coming to the final stage of reposing to the niche. കർത്താവേ, നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കവിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ ധൈര്യത്താൽ അഭിഷിക്തമായ നിന്റെ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ശോഭാവോട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിപുളന്ധവും പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങുമെന്ന് അരക്ഷിത സ്ഥലത്തിനെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്ന ദൈവത്തിന് ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഇനി ഇവിടുന്ന് ഈ രണ്ടാമത്തെ സ്റ്റാൻസ് പാട്ട് പാടി കഴിയുമ്പോഴത്തേക്കും ഇവിടെ എടുത്ത് നമ്മൾ നീച്ചിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും റോയും കൂടി അവിടെ നിൽക്കുന്നു. After the second stanza of the song, we will be proceeding to the niche. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും, മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ, മൃതനായ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശൂണികവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. എല്ലാവരും അവശേഷിക്കില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ബ്രദറിൽ ജീവൻ ഉദിക്കുന്നു. ആദ്യമെല്ലാം തെളിവായി എന്നോട് നാഥാദിൻ എല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായേ ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിപുരനേക്കുവാമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. If there is anybody else to pay the last homage, you can pay the homage, then the niche will be closed. You can just come down and touch and bow and come back. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും നീയാണല്ലോ.
ഘോഷിക്കുവിൻ സർവേശാനി പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, എന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമണിയമറിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമണിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ്വ മർത്തയോടും കൂടെ ശുദ്ധാനം നിതരാങ്കനിവാർന്നരുളട്ടെ കർത്താവികലേശൻ. മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടൊരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടൊരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. ജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീരോടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ കർത്താവ്, എന്റെ ആത്മാവെ നീ എന്തിന് നിരാശപ്പെടുന്നു? നീ എന്തിനെ വിഷാദിച്ചു കുലുങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കും ആമേൻ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ ഞാൻ നിന്നെ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമറിഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെ നാഥനായ ദൈവം തന്നെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കർഷമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർഷത്തേക്ക് ഈ ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗതിക ശരീരത്തിലായ അംഗമായേശ്വരിൽ ദൈവം അവിടുത്തെ നിത്യമായി അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ശരീരനെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കട്ടെ. അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
Amen.